കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാവിൻ്റെ പുസ്തകം 64-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മനയുന്നവനും ആകുന്നു. ഞങ്ങൾ എല്ലാവരും നിൻ്റെ കൈപ്പണി അത്രേ എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം ഏദേൻ തോട്ടത്തിൽ വെച്ച് കർത്താവ് മനുഷ്യനെ ഭൂമിയിൽ നിന്ന് മണ്ണെടുത്ത് തൻ്റെ സാദൃശ്യത്തിനും തൻ്റെ സ്വരൂപത്തിലും മെനഞ്ഞെടുത്ത് തൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ളവനാക്കി തീർത്തു എന്ന് നാം വായിക്കുന്നു. പ്രിയ ദൈവമക്കളെ, അതേപോലെ നാം ദൈവകരങ്ങളിലെ കളിമണ്ണാണ്. അപ്പോൾ നമുക്ക് തോന്നുന്ന ഞാൻ കളിമണ്ണാണോ, ഞാനൊരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ച് വന്നവളല്ലയോ അല്ലെങ്കിൽ വന്നവനല്ലയോ എന്ന് നിങ്ങൾ ഓർത്തിരിക്കാം. ആയാൽ ദൈവം പറയുന്നതെന്ന് അറിയാമോ, ഇന്ന് ഒരു കൈപ്പണിയായ ഒരു മനുഷ്യൻ തൻ്റെ കരങ്ങളിലിരിക്കുമ്പോൾ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ കർത്താവ് അതിനെ മെടഞ്ഞെടുക്കുമെന്ന് പറയുന്നു. പ്രിയ ദൈവ പൈതലെ, നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോഴും ചെയ്യണമെന്ന് വിചാരിക്കും, അല്പം കഴിയുമ്പോൾ അത് ചെയ്യണ്ടെന്ന് വിചാരിക്കും, ഒരു സ്ഥലത്ത് പോകണമെന്ന് വിചാരിക്കും, നമ്മൾ പോകണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ മാറ്റങ്ങൾ വരുത്തത്തക്ക ഒരു രീതിയിലുള്ളതാണ് നമ്മുടെ മനസ്സും ഹൃദയങ്ങളും എല്ലാം. പക്ഷേ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു കളിമണ്ണ് കൊണ്ട് നമ്മെ ഉരുവാക്കുവാൻ കഴിവുള്ള ആ ഒരു കൈപ്പണി ചെയ്യുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് നമ്മുടെ നിരൂപണങ്ങളെയും നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയും വിചാരങ്ങളെയും എല്ലാം ഒരു നല്ലൊരു കുശവൻ ഒരു കളിമണ്ണ് കൊണ്ട് നല്ലൊരു പാത്രം മെനഞ്ഞെടുക്കുന്നത് പോലെ കർത്താവ് കർത്താവിൻ്റെ കൈപ്പണി കൊണ്ട് നല്ലൊരു പാത്രങ്ങളായിട്ട് നമ്മെ മെനഞ്ഞെടുക്കുമെന്നുള്ളതിൽ ഏതൊരു സംശയവും വേണ്ട. ആയതുകൊണ്ട് പ്രിയ ദൈവ പൈതലെ, നിങ്ങൾ ഇരിക്കുന്ന ആ ഒരു നിലയിലിരുന്നു കൊണ്ട് നിങ്ങളെ തന്നെ കർത്താവിന് സമർപ്പിച്ച് അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ, ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ജീവിപ്പാൻ ദൈവം കൃപ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, കണിപ്പണിയല്ലാത്ത ഒരു ഭവനത്തിൽ അങ്ങിരിക്കുന്നു, ഞങ്ങൾക്കും അങ്ങനെ വാസസ്ഥലങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അറിയുന്നു. പക്ഷേ കർത്താവെ, ഒരു മനുഷ്യൻ കർത്താവെ കളിമണ്ണ് കൊണ്ട് ഉരുവാക്കുന്ന ഒരു മനുഷ്യനെ കർത്താവെ അവൻ്റെ മനസ്സിന് അവൻ്റെ രീതിക്ക് വിടാതെ കർത്താവെ അങ്ങയുടെ രീതിക്ക് രൂപാന്തരപ്പെടുത്തി പുതുക്കി പണിവാനുള്ള ദൈവത്തിൻ്റെ ശക്തി ഓരോ മനുഷ്യർക്കും കർത്താവെ അങ്ങ് പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവെ ഞങ്ങളുടെ കർത്താവെ വേണ്ടാത്ത സ്വഭാവങ്ങൾ, വേണ്ടാത്ത കർത്താവെ നിരൂപണങ്ങൾ കർത്താവ് എല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളുടെ കരങ്ങൾ തരുന്നു. ഈ ദിവസങ്ങളിൽ നല്ലൊരു മനുഷ്യരായി ഞങ്ങളെ മെനഞ്ഞെടുത്ത് വിട്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ, ആമേൻ.